അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇത് ചരിത്ര പ്രസിദ്ധമായ മാടായി നൂറ്റാണ്ടുകളുടെ ഇസ്ലാമിക പാരമ്പര്യം വിളിച്ചോതുന്ന ഒട്ടനവധി ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണ്. മഹാനായ പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തു തന്നെ ഇസ്ലാമിക പ്രബോധനത്തിനെത്തിയ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹുവടക്കം ഉന്നതരായ പല മഹാരഥന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ്. ആദ്യത്തെ സുപ്രധാനമായ 7 പള്ളികളിൽ ഒന്ന് നിലനിൽക്കുന്ന സ്ഥലം. ഇതിനൊക്കെ പുറമെ കേരളത്തിൽ മൺമറഞ്ഞുപോയ തലയെടുപ്പുള്ള പല ആലിമീങ്ങളും സയ്യിദന്മാരും ദീനീ സേവനമനുഷ്ഠിച്ച നാട്. ശംസുൽ ഉലമ അടക്കമുള്ള ഉന്നതരായ പല ആലിമീങ്ങളുടെയും ആത്മീയ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാട് മാടായിയുടെ മണ്ണ്. ഇത് ചരിത്രപ്രസിദ്ധമായ മാടായി പള്ളി. 1400-ലേറെ വർഷം പഴക്കമുള്ള ഈ പള്ളി പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തമരായ സഹാബാക്കളുടെ കാർമ്മികത്താൽ നേരിട്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഇന്നും മുസ്ലിം കൈരളിയുടെ പൊതുസ്വത്തായി അഭിമാനത്തിന്റെ തേജപുഞ്ചമായി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഈ പള്ളിയെ ആദരവോടെ നോക്കിക്കാണുന്നു. ഇത് മഹാരഥന്മാരായ സ്വഹാബാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. അസ്ഹാബി കന്നുജൂം ബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സ്വഹാബാക്കൾ നക്ഷത്ര തുല്യരാണെന്നും അവരെ ആരെ പിൻപറ്റിയാലും സന്മാർഗപൂരിതമാകാൻ പറ്റുമെന്നുള്ള പ്രവാചകന്റെ വാചകത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് അവരോടുള്ള അടങ്ങാത്ത സ്നേഹത്താലും ഒടുങ്ങാത്ത ബന്ധത്താലും ജീവിച്ച് മരിച്ചവരാണ് മാതാവിന്റെ പൂർവികരായ നമ്മുടെ മുൻഗാമികൾ. ഇവിടെയായിരുന്നു ആ പൂർവികരായ പലരും അന്ത്യവിശ്രമം കൊണ്ടിരിക്കുന്നത്. പക്ഷേ വേദനയെന്ന് പറയട്ടെ, അതിന്റെ തെളിവുകൾ പോലും അവശേഷിപ്പിക്കാത്ത വിധത്തിൽ പൂർണ്ണമായും ഇത് നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു കൂട്ടം അക്രമികൾ. ആ പൂർവീകരായ പലരും അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറുകൾ 20 അടി താഴ്ചയിൽ മണ്ണെടുത്ത് അത് മൊത്തവും പിഴുതുമാറ്റി സുൽത്താൻ തോട് പാലത്തിന്റെ റോഡ് നികത്താൻ ഉപയോഗിച്ചിരിക്കുകയാണ്. ഈ കബറാളികളുടെ ആത്മാക്കളുടെ ആത്മനൊമ്പരങ്ങൾ കേൾക്കാൻ നമുക്കെങ്ങാനും കഴിയുമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ തേങ്ങലോടെ പൊട്ടിക്കരിയുന്നത് നമുക്ക് കേൾക്കാമായിരുന്നു. നാഥ, ഞങ്ങളുടെ മക്കൾ ഈ കൊടും ക്രൂരത ചെയ്യാൻ എന്ത് അപരാധമാണ് നാം അവരോട് ചെയ്തിരിക്കുന്നത്? ഈ നശിപ്പിക്കപ്പെട്ട ഖബറുകളിൽ ഉന്നതരായ പലരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചരിത്രമറിയുന്ന മാടായിലെ പല പ്രായമുള്ളവരും നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഖബറുകൾ നശിപ്പിക്കുന്നതിനിടയിൽ കഫം പുടക്ക് പോലും പോറലേൽക്കാത്ത ചില മയ്യത്തുകൾ പുറത്തു വന്നെന്നും ഡ്രൈവർമാർക്ക് പണം കൊടുത്ത് സ്വാധീനിച്ച് അതീവ രഹസ്യമായി മറവ് ചെയ്തെന്നും ചില ദൃക്സാക്ഷികൾ പറയുകയുണ്ടായി. അതുകൊണ്ടാവാം ഈ കാണുന്ന ഇമ്പിച്ചിക്കോയത്തങ്ങൾ അടക്കമുള്ള പല ആളുകളുടെയും ഖബറുകൾ പൊളിക്കാതെ ഇവിടെ ഉപേക്ഷിച്ചു പോയത്. അള്ളാഹുവിന്റെ ഭവനമായ പള്ളി നിർമ്മിക്കാൻ പോലും ഖബറുകൾ പൊളിക്കുന്നത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ടാകുമ്പോൾ
ഈ മാടായി മഹലിൽ പക്വതയും ഇസ്ലാമിക പരിജ്ഞാനവുമില്ലാത്ത ജമാഅത്ത് കമ്മിറ്റിയിലെ ഏതാനും ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് ചെയ്ത ഈ തോന്നിയാസത്തിന് മഹല്ലി നിവാസികൾ ഒന്നടങ്കം പരിയാടാവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് നമ്മുടെയെല്ലാം ധാർമ്മികതയെ ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്നുള്ള ബോധം മാടായിക്കാരായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ്. ഇത്രയും ഗൗരവമേറിയ ഈ കൊടും ക്രൂരത ചെയ്യുമ്പോൾ എല്ലാ നിലയ്ക്കും മഹല്ലുമായി സഹകരിക്കുന്ന മഹല്ല് നിവാസികളോടൊന്ന് ആലോചിക്കുക കൂടി ചെയ്യാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരാണിവർക്ക് അധികാരം കൊടുത്തത്? തന്നെയുമല്ല, ചില സ്വകാര്യ വ്യക്തികളുടെ താൽപര്യത്തിനു വേണ്ടി വഖഫ് സ്വത്ത് മുറിച്ചു കൊടുക്കുവാൻ ആരാണ് ഇവർക്ക് അനുവാദം കൊടുത്തത് എന്ന് ഓരോരുത്തരും പരസ്പരം ഇന്ന് ചോദിക്കുകയാണ്. രേഖകൾ ഇല്ലാതെ റോഡ് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന്റെ പേരിൽ 3 ലക്ഷവും 5 ലക്ഷവും പൈസ വാങ്ങി അതിന്റെ കണക്ക് പോലും ജനങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കാതെ മഹല്ല് കമ്മിറ്റി ഭാരവാഹി എന്ന അധികാരത്തിന്റെ കുപ്പായമിട്ട് ഇത്തരം തെമ്മാടിത്തരം ചെയ്യുന്ന ഈ ദീനിന്റെ ശത്രുക്കളിൽ നിന്നും മാടായി എന്ന മഹത്തായി മഹല്ലിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണോ? ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിക്കുക. ഇത് മാടായി പള്ളിയുടെ റോഡിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇവിടെ ഖതീബായി ജോലി ചെയ്ത മഹാനടക്കം ഏകദേശം 22ഓളം വരുന്ന സയ്യിദന്മാരും ആലിമീങ്ങളും ഈ ശ്മശാനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ആർക്കറിയാം, ഈ മഹാരഥന്മാരെയെല്ലാം ഒരു പ്രഭാതത്തിൽ ഈ കൊടും ക്രൂരത ചെയ്ത ആളുകൾ JCBയും ഹിറ്റാച്ചിയും ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് കളയില്ല എന്ന് ആർക്കും പറയാനാവില്ല. നാം എന്തു ചെയ്യണം? ആത്മവിചിന്തനം നടത്തുക. ഇത് മാപ്പിള UP സ്കൂൾ. ഇതിന്റെ തെക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന ഖബർസ്ഥാനാണ് ഈ കാണുന്നത്. ഇവിടെ കേരളത്തിനകത്തും പുറത്തും അറിയപ്പെട്ട പ്രസിദ്ധിയാർജിച്ച പല സയ്യിദന്മാരും ആലിമീങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇവരെയും നശിപ്പിക്കാൻ തികച്ചും കച്ചവടക്കണ്ണോടുകൂടി ചില കഴുകന്മാർ ശ്രമിക്കുന്നുവെന്നത് രഹസ്യമായ പരസ്യമാണ്. ഇത് സുൽത്താൻ തോട് പാലം. ഇവിടെയാണ് മാടായി പള്ളിയുടെ പിറകുവശത്ത് അന്ത്യവിശ്രമം കൊള്ളുകയായിരുന്ന നമ്മുടെ പൂർവികരുടെ അവശിഷ്ടങ്ങൾ JCB കൊണ്ട് മാന്തിയെടുത്ത് നിക്ഷേപിച്ച സ്ഥലം.
ഇരുവരും ഉണർത്തിയപ്പോൾ അവർ വേദനയോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല മക്കളെ, ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. അവരുടെ പ്രാർത്ഥനയോ ശാപമോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം മെയ് 21-ാം തീയതി ആ പാലത്തിന്റെ റോഡ് തകർന്നതായി പ്രാദേശിക ചാനലടക്കം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇനിയും അപകടങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. തന്നെയുമല്ല, അതിനോടൊപ്പം അവർ ഒരു കാര്യം കൂടി വ്യക്തമാക്കുകയുണ്ടായി. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരുടെ പൊരുത്തത്തിനെതിരാണ് ഇന്ന് പള്ളി കമ്മിറ്റിയിലെ ഏതാനും തോന്യാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും വലിയ വലിയ ദുരന്തം മാടായിയെ പിടികൂടുക തന്നെ ചെയ്യും. കാത്തിരുന്ന് നമുക്ക് കാണാം, കാത്തിരുന്ന് നമുക്ക് കാണാം.